അമേരിക്കൻ സൈനിക സാന്നിധ്യം അറബ് രാജ്യങ്ങൾക്ക് ബാധ്യതയാകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിൽ മീഡിയകളും പത്രങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഔദ്യോഗികപരമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ UAEയുടെ ഭാഗത്തു നിന്നടക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നു, രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും അവരുടെ സൈനിക സംവിധാനവും രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അതൊരു കരാർ വ്യവസ്ഥ, മിനിമം കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ തങ്ങളുടെ രാജ്യത്ത് നിന്ന് തങ്ങളുടേതല്ലായിരിക്കുന്ന ശത്രുവിനെ ആക്രമിച്ചുകൊണ്ട് അവർ സമാധാനമായിരിക്കുന്ന ആ മേഖല തകർക്കുകയും അതോടൊപ്പം തന്നെ ശത്രു അല്ലാത്ത രാജ്യം തങ്ങളെ ശത്രുവായി കണ്ടുകൊണ്ട് തിരിച്ചടിക്കുകയും ചെയ്യുന്നത് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല, രാജ്യ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളിടത്തേക്ക് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അവരാദ്യം ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ ശക്തമായിരിക്കുന്ന പ്രതികരണം നടത്തുകയും അറബ് ലീഗ് അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ മുമ്പ് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ആവർത്തനങ്ങൾ ഇസ്രായേൽ ആക്രമണത്തോടനുബന്ധിച്ച് പല അറേബ്യൻ രാജ്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു. പല കുറിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് വീണ്ടും പുനരിലെടുത്തുകൊണ്ട് കുറച്ചുകൂടി ഒരു നിയന്ത്രണം അറേബ്യൻ രാജ്യങ്ങളിൽ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അമേരിക്ക ആന്തരികമായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നതോടനുബന്ധിച്ചാണ് അറേബ്യൻ രാജ്യങ്ങളുടെ പ്രതികരണം. ചില അറേബ്യൻ പത്രങ്ങളും മീഡിയകളും ഈ കാര്യം പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്തു. ഔദ്യോഗിക പരിവേഷം ഇതിനില്ലെങ്കിൽ പോലും അനൗദ്യോഗികപരമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയപ്പെട്ടത് എങ്കിലും യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം ആന്തരികമായ രീതിയിൽ രാജ്യം ചർച്ച ചെയ്യുന്ന പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെ കണക്കാക്കുന്നു. ആയതിനാൽ തന്നെ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്കയുടെ 100 കിലോമീറ്റർ അല്ലെങ്കിൽ 75 കിലോമീറ്റർ പോലെയുള്ള പ്രദേശങ്ങളിലെ പൂർണ്ണമായിരിക്കുന്ന അധികാരങ്ങൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുന്ന തരത്തിലാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത്. അപ്പോൾ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സഹായം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഈ മേഖലയിലുള്ള സൈനിക ബേസ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുന്ന സമയത്തുണ്ടായിരുന്ന കരാർ. എന്നാൽ ആ കരാർ വ്യവസ്ഥ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് കാര്യം. ഒരു തരത്തിലും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റാത്ത വിധമാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഖത്തറിന് നേരെ ഉണ്ടാകുന്നത്. 100 കിലോമീറ്ററിന് ചുറ്റളവിൽ അബൂ ഉദൈദ എന്ന് പറയുന്ന മേഖല അപ്പാടെ തന്നെ അമേരിക്കയുടെ കൈവശത്തിലാണുള്ളത്. അപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് വളരെ കൃത്യതയോടുകൂടി അതിനെ നിരീക്ഷിക്കാനും ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും സാധിക്കുന്ന എല്ലാ അവസരങ്ങളും അമേരിക്കയ്ക്കുണ്ടായിട്ടും യഥാർത്ഥത്തിൽ അമേരിക്ക അതൊന്നും ചെയ്തിട്ടില്ല. അതിനർത്ഥം സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങളെ ഭാവിയിൽ മറ്റു രാജ്യത്തെയും സഹായിക്കില്ല എന്നുറപ്പാണ്. ശത്രുപക്ഷം ഇസ്രായേലാണെങ്കിൽ അമേരിക്കയുടെ നിലപാട് ഇസ്രായേലിനോടൊപ്പമായിരിക്കും. അത് നീതി അനീതി എന്ന കാര്യമൊന്നും ആ മേഖലകളിൽ ആ സമയത്ത് പ്രസക്തമല്ല എന്ന് ചുരുക്കം. ഇപ്പോൾ ഓരോരോ രാജ്യങ്ങളും അവരുടെ രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വലിയ രീതിയിലുള്ള വാശി പിടിച്ചുള്ള പ്രവർത്തനമാണ് അറേബ്യൻ രാജ്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. കുടുംബ സ്വത്ത് പോലെ തന്നെ രാജ്യത്തിൻ്റെ വികസനവും അറേബ്യൻ ഭരണാധികാരികൾ താല്പര്യമെടുക്കുന്നുണ്ട് എന്നുള്ളത് ആ രാജ്യം സന്ദർശിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അവർ 2030 പൂർത്തിയാക്കാൻ പോകുന്ന സൗദി അറേബ്യയുടെ വികസനങ്ങൾ, നക്ഷത്ര നഗരം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ട്രില്യൺ കണക്കിന് ഡോളറാണ് ആ കാര്യത്തിന് വേണ്ടി നീക്കിവെക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ അത് മന്ദഗതിയിലാണ് നീങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് നേരെയുള്ള ഇറാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പ്രധാനമായിട്ട് പറയുന്നത്. രാജ്യം ഇപ്പോൾ സ്വതന്ത്രമായിരിക്കുന്ന ഒരു മേഖലയായി നിൽക്കുന്ന സമയത്ത് മാത്രമേ ദശകോടികൾ മുടക്കിയിട്ടുള്ള ഇത്തരം വികസനങ്ങളൊക്കെ സംതൃപ്തിയോടുകൂടി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കൂ. എന്നാൽ നിലവിൽ ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ട്, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉള്ളതുകൊണ്ട് അത് നടക്കില്ല. അതിൻ്റെ കാരണം അമേരിക്കയാണ്. അതുകൊണ്ടാണ് അമേരിക്കയുടെ സൈന്യം തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഇറാൻ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഈ രാജ്യത്തിൻ്റെ അകത്ത് നിന്നാണ് ഇറാനെതിരെ അമേരിക്ക ആക്രമിക്കുന്നത് എന്നുകൂടി കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രതിസന്ധി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, UAE അടക്കമുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യ, UAE, ബഹ്റൈൻ,
ഇറാഖ് പോലുള്ള രാജ്യങ്ങളുടെ പെട്രോളിയം മറ്റു ലോക രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്ന കാര്യത്തിൽ വല്ലാത്ത രീതിയിലുള്ള പ്രയാസം ഇപ്പോൾ നേരിടുന്നു. ഹോർമുസ് അടച്ചതോടുകൂടി ഹോർമുസ് അടക്കുന്നിടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2025 അല്ലെങ്കിൽ 26 ഫെബ്രുവരിക്ക് മുമ്പിലോ ഹോർമുസ് എന്ന് പറഞ്ഞ കടലുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിഷയമില്ലായിരുന്നു. ഒരു അന്താരാഷ്ട്ര പാതയായിട്ട് എല്ലാ സമയത്തും വരികയും പോവുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അമേരിക്ക ഇറാൻ ആക്രമിച്ചതോടുകൂടി റൂട്ട് മാറി. അത് അവർ പറയുകയും ചെയ്തു, തങ്ങൾ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയോട് മാത്രമായിരിക്കില്ല, തങ്ങൾക്ക് നേരെ ഇനി ആക്രമണം നടന്നാൽ അത് മേഖലാ യുദ്ധമാക്കി മാറ്റും, ഹോർമുസ് കടൽ അടക്കും, ഹോർമുസ് കടൽ അടച്ചാൽ അതിൻ്റെ ദാരുണ ഫലം ലോകം മുഴുവൻ അനുഭവിക്കുന്നു. ആ അനുഭവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്ഥിതികൾ ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയിൽ പോലും പല തരത്തിലും പല രീതിയിലുമാണ് ഉൽപ്പന്നത്തിന് വില കൂടിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് അമേരിക്ക. എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ അവിടെ പെട്രോളിയത്തിൻ്റെ വില നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തിയത് ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് ചുരുക്കം. ഇതിനിടെ ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. മൊസാദ് സംഘത്തെ പോലെ അല്ലെങ്കിൽ പോലും ചാരന്മാർ ഇറാന് വേണ്ടിയിട്ട് പല മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ചില രഹസ്യം പോലും ചോർത്താൻ വേണ്ടി ഇറാന് സാധിച്ചത് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളുടെ ഒന്ന്, വൻ ആക്രമണം നടത്താൻ വേണ്ടിയായിരുന്നു ഖത്തറിൽ ഇസ്രായേൽ പദ്ധതി ഇട്ടിരുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യുമായിരുന്നു. കാര്യം ഹമാസിൻ്റെ നേതാക്കൾ ഒരേ സമയത്ത് വലിയ രീതിയിലുള്ള ചർച്ചാ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഖത്തറിൽ എത്തിയ സമയത്താണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ ഇത്തരമൊരു ആക്രമണം ഉണ്ട് എന്ന കാര്യം ചോർന്നു പോയി എന്നുള്ളതാണ്. തുർക്കിയാണ് അത് ചോർത്തിയത് എന്ന് പറയുന്നു. അല്ലെങ്കിലും തുർക്കിയുടെ കൈവശത്തിലാണ് അത് കിട്ടിയത്. ആര് ചോർത്തിയാലും തുർക്കി ഈ ഖത്തറുമായിട്ട് വലിയ സൗഹൃദ ബന്ധമാണ്. തുർക്കി അപ്പോൾ തന്നെ ഖത്തറിനെ വിവരം അറിയിച്ചു ഇങ്ങനൊരു സംഭവമുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ വെച്ച് ഇവർ കൂടിയാലോചന നടത്താൻ അല്ലെങ്കിൽ മീറ്റിംഗ് കൂടാൻ വേണ്ടി തീരുമാനിച്ച ആ ഏരിയയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഹമാസിൻ്റെ നേതാക്കന്മാരെ മാറ്റാൻ വേണ്ടിയിട്ട് ഖത്തറിന് സാധിച്ചത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. അതല്ലെങ്കിൽ ഏകദേശം ഒരു ഡസനോളം ഹമാസിൻ്റെ നേതാക്കന്മാർ പങ്കെടുത്തിരിക്കുന്ന ശക്തമായിരിക്കുന്ന നിർണായകമായിരിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു തീരുമാനിച്ചത്. അപ്പോൾ ആ മീറ്റിങ്ങിൽ അവർ രക്ഷപ്പെട്ടത് തലനാരിയേക്കാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇസ്രായേലിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ രീതിയിൽ രഹസ്യമൊന്നുമല്ല, അത് ചോർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചോർത്തിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇസ്രായേൽ മുൻപത്തെ പോലെയുള്ള ശക്തി യഥാർത്ഥത്തിലില്ല, അല്ലെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ മുൻപത്തെ പോലെ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിനവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് അയൺ ഡോമിൻ്റെ സൈനികമായിരിക്കുന്ന വിഷയങ്ങൾ, അതല്ലെങ്കിൽ അയൺ ഡോമിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ എല്ലാ തന്ത്രങ്ങളും ചോർത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചത് കൊണ്ടാണ് അത് തകർച്ച നേരിട്ടത് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പ്രതിരോധ സംവിധാനമായിരിക്കുന്നത്, അല്ലെ കുറ്റമറ്റ പ്രതിരോധ സംവിധാനം എന്നൊക്കെയാണ് പറയുന്നത്, ഈ അയൺ ഡോം നിർമ്മിച്ചത്. അപ്പോൾ അതിന് ഉപയോഗിക്കപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങൾ അപ്പാടെ തന്നെ ചോർന്നു പോയിട്ടുണ്ട് എന്നതിനാലും എത്രത്തോളം ശക്തിയുള്ള സാങ്കേതിക സംവിധാനമാണ് ഇതിൽ നിന്ന് ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനേക്കാൾ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നതിനാലാണ് യഥാർത്ഥത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായത്. തകർച്ച നേരിട്ടത് അതുകൊണ്ടാണ് എന്നും അതിനോടനുബന്ധിച്ച് തന്നെ പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. മാത്രമല്ല, മുൻപ് പറയപ്പെട്ട രീതിയിലല്ല ഇപ്പോഴത്തെ അവസ്ഥകളും സാഹചര്യങ്ങളും. ആ സാഹചര്യ അവസ്ഥകൾക്ക് വലിയ മാറ്റമുണ്ട്. രാജ്യത്തിൻ്റെ അകത്ത്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ രാജ്യമാണ് ഇസ്രായേലും അമേരിക്കയും. എന്നാൽ ആ രാജ്യത്ത് പ്രശ്നങ്ങൾ, ആഭ്യന്തരമായിരിക്കുന്ന കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരിക്കുന്ന കുഴപ്പങ്ങൾ അപ്പാടെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുകയും ചെയ്തു. പകരമായി ഇസ്രായേലിൻ്റെ ആഭ്യന്തര മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതും
ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ പാർട്ടി വിജയിച്ച് കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് കൂടി പറയുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ പരിണത ഫലം ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.